എന്തു പറ്റി ആൽഫി? നിന്റെ മുഖമൊക്കെ വല്ലാതെ ക്ഷീണത്തോടെ കയറി വരുന്നവനെ കണ്ട് ഫോണിൽ എന്തോ നോക്കിയിരുന്ന സെലിൻ കണ്ണട നേരെ വെച്ചുകൊണ്ട് തിരുക്കി. ഒന്നുമില്ല ആൻറ്റി, എന്തൊരു ചൂടാണ്, അതിൻ്റെ ഒരു ക്ഷീണം. പറഞ്ഞിട്ട് കയ്യിലിരുന്ന കവർ ടീപ്പോയിൽ വെച്ചിട്ട് ഷർട്ടിൻ്റെ കോളർ പിന്നിലേക്ക് വലിച്ചിട്ടുകൊണ്ട് സെറ്റിൽ ചാഞ്ഞിരുന്നു ആൽഫി. അപ്പായി, വൈകിട്ട് നമുക്ക് ആ അമ്പലത്തിനടുത്തുള്ള വയലിൽ പോകണം കേട്ടോ. ഉണ്ണി ഓടി വന്ന് അവൻ്റെ അടുത്തിരുന്ന് പറഞ്ഞു. പിന്നെന്താ, നമുക്ക് അങ്ങോട്ട് പോകാം. മുന്നേ കുഞ്ഞാപ്പോ എവിടെ? ആൽഫി ഉണ്ണിയെ ചേർത്ത് പിടിച്ചുകൊണ്ട് ചോദിച്ചു. അമ്മയ്ക്കൊപ്പം അടുക്കളയിൽ നിൽക്കുവാണ് രണ്ടും. ചേട്ടായി ചിക്കൻ കറി വെക്കുന്നു, മുന്നേ ഹെൽപ്പ് ചെയ്യുന്നു, ഉണ്ണി ചിരിയോടെ പറഞ്ഞു. എന്നിട്ട് നീ എന്താടാ എൻ്റെ പിള്ളേരെ സഹായിക്കാതെ ഇങ്ങ് പോന്നത്? ആൽഫി അവനെ ചുറ്റിപ്പിടിച്ചുകൊണ്ട് തിരക്കി. ഞാൻ സഹായിക്കില്ല എന്ന് ആര് പറഞ്ഞു? ഞാനും സഹായിക്കും, ലെഗ് പീസ് കഴിച്ച് സഹായിക്കും. ചിക്കൻ കറി കടിച്ചു പറിക്കുന്ന പോലെ ആക്ഷൻ കാണിച്ചുകൊണ്ട് ചിരിയോടെ മുന്നേ പറഞ്ഞു. നീ ആള് കൊള്ളാമല്ലോടെ ചെക്ക, എൻ്റെ പിള്ളേരെ കൊണ്ട് പണിയെടുപ്പിച്ചിട്ട് അവൻ തിന്നു സഹായിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ആൽഫി അവൻ്റെ കവിളിൽ ഒരു കുത്തു കൊടുത്തു. ഇവൻ എൻ്റെ അപ്പൻ്റെ സ്വഭാവമാണെന്ന് തോന്നുന്നട ആൽഫി. അപ്പൻ ഈ പ്രായത്തിനിടെ അടുക്കളയിൽ കയറി വരുന്നത് ഞാൻ കണ്ടിട്ടില്ല. കഴിക്കാൻ കൊണ്ടുവച്ചാൽ കഴിക്കും, എഴുന്നേറ്റ് പോകും, അത്ര തന്നെ. ആ പാരമ്പര്യം ഇവൻ നിലനിർത്തുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പൻ്റെയും മോൻ്റെയും വർത്തമാനം കേട്ടിരുന്ന സേലിൻ ചിരിയടക്കിക്കൊണ്ട് പറഞ്ഞു. ഞാൻ എൻ്റെ ചേട്ടായി പോലെയാണ് അപ്പായി. എനിക്ക് വലിയ പപ്പയെ പോലെ മൂശേട്ടാവണ്ട. ഉണ്ണിക്ക് അവനെ ഫ്രാൻസിസുമായിട്ട് താരതമ്യം ചെയ്ത് പേടിക്കാതെ മുഖം ചുളിച്ചുകൊണ്ട് പറഞ്ഞു. ഒന്ന് പോയ ആൻറ്റി, എൻ്റെ കുഞ്ഞൻ അങ്ങനെയൊന്നുമല്ല. ദാ ഇപ്പം നോക്കിക്കോ, ഞങ്ങൾ അടുക്കളയിൽ പോകുന്നത് കാണാം. ഉണ്ണിയെ പൊക്കിയെടുത്തുകൊണ്ട് അടുക്കളയിലേക്ക് പോകുമ്പോൾ ആൽഫി അവരെ നോക്കി ഒറ്റക്കണ്ണ് ഇറുക്കി ചിരിയോടെ പറഞ്ഞു. അച്ഛൻ അച്ഛൻ കണ്ടോ അവനെ? ചുവരിൽ പതിപ്പിച്ചു വെച്ചിരിക്കുന്ന വനജയുടെ ചിത്രത്തിലേക്കൊന്ന് നോക്കിയിട്ട് ചാരു കസേരയിൽ ചാരിക്കിടക്കുന്ന പ്രഭാകരനോട് വിനോദ് ചോദിച്ചു. മോനെ കണ്ടില്ല, ആൽഫി മാത്രമാണ് കണ്ടത്. ബേക്കറിയിൽ നിന്ന് സാധനങ്ങൾ വാങ്ങുന്നുണ്ടായിരുന്നു. അയാൾ ദൂരേക്ക് നോക്കിയിരുന്നു കൊണ്ട് പറഞ്ഞു. ഇപ്പോൾ വെക്കേഷനല്ലേ അച്ഛ, അപ്പോൾ ഇങ്ങോട്ട് പോകുന്നതാവും. എന്തായാലും ഈ ഞായർ ഞാൻ അവരുടെ ഇടവപ്പള്ളിയുടെ പുറത്തെവിടെയെങ്കിലും പോയി നിൽക്കും. പള്ളിയിൽ വരാതെ ഇരിക്കില്ല. അവനെ ദൂരെ നിന്നെങ്കിലും ഒന്ന് കാണാൻ പറ്റിയാലോ. സ്വന്തം ചോരയൊന്ന് കാണാനുള്ള ആർത്തി ആ വാക്കുകൾ ഒളിഞ്ഞിരിക്കുന്നത് അറിഞ്ഞെങ്കിലും അയാളൊന്നും മിണ്ടാതെ മുഖം തിരിച്ച് ചുവരിലെ വനജയുടെ ചിത്രത്തിലേക്ക് നോക്കി. ക്യാൻസർ ആയിരുന്നു, അവസാന സ്റ്റേജിലാണ് അറിഞ്ഞത്. അന്ന് അമൃത ആശുപത്രി കിടക്കുമ്പോൾ ആൽഫി കുഞ്ഞാപ്പുവിനെ കൊണ്ടുവന്ന് വനജയെ കാണിച്ചു. മരിക്കും മുമ്പ് ആദ്യമായും അവസാനമായും അവളന്ന് അവനെ കണ്ണു നിറയെ കണ്ടു. 3 വയസ്സായിരുന്നു കുഞ്ഞിന് അന്ന്. അന്ന് തന്നെയാണ് താനും അവനെ ആദ്യമായി കാണുന്നത്. പിന്നീട് ഇന്നുവരെ കാണാൻ ശ്രമിച്ചിട്ടില്ല. അങ്ങനെ പോലും ആ അമ്മയെയും കുഞ്ഞിനെയും വിഷമിപ്പിക്കാനോ ബുദ്ധിമുട്ടിപ്പിക്കാനോ ആഗ്രഹിച്ചില്ല എന്നതാണ് സത്യം. എന്നെങ്കിലും ഒരിക്കൽ ആൽഫി അവനെ എല്ലാം അറിയിക്കും. അന്ന് ഞാൻ ജീവനോടെ ഉണ്ടെങ്കിൽ ഈ വൃദ്ധനെ കാണാൻ അവന് വരാൻ മനസ്സുണ്ടെങ്കിൽ വരട്ടെ. അയാൾ നിറഞ്ഞ കണ്ണുകൾ വിനോദ് കാണാതെ ഇരിക്കാൻ എന്നോണം എഴുന്നേറ്റ് പുറത്തേക്ക് നടന്നു. അവനാവട്ടെ അകത്ത് കട്ടിലിൽ ചാരിയിരിക്കുന്ന ഡാലിയുടെ അടുത്തേക്കും ചെന്നു. വനജ മരിച്ച ശേഷം ഡാലിയെ ഇങ്ങോട്ട് കൊണ്ടുവന്നതാണ് വിനോദ്. ഇപ്പോൾ തനിയെ എഴുന്നേറ്റിരിക്കാൻ പറ്റുമെങ്കിലും നടക്കാനോ നന്നായി സംസാരിക്കാനോ അവൾക്ക് കഴിയില്ല. എങ്കിലും പറയുന്നത് വിനോദിനും പ്രഭാകരനും മനസ്സിലാകും. കുറേയേറെ വർഷം കൊണ്ടുള്ള പഴക്കമല്ലേ. കുഞ്ഞിനെ കാണാൻ പോകുന്നുണ്ടോ? അവൻ വന്ന് ബെഡിലിരുന്നതും അവൾ മുറിഞ്ഞു പോകുന്ന വാക്കുകൾ കൂട്ടിത്തിരുക്കി. അതിനുള്ള യോഗ്യത ഇല്ലാത്തവനാണ് ഞാൻ. ഒരിക്കലും എൻ്റെ മോൻ്റെ മുന്നിൽ പോയി നിൽക്കില്ല ഞാൻ. അതിനെനിക്ക് കഴിയില്ല. അവൻ ആൽഫിയുടെ മകനായി അവനെപ്പോലെ നല്ലവനായി വളരട്ടെ. അത് ദൂരെ നിന്ന് നോക്കിക്കണ്ടാൽ മതി എനിക്ക്. നെഞ്ചുപിടിയുന്ന വേദന അടക്കി വിനോദ് പറഞ്ഞു. ഞാനാണ് ഞാനാണ് എല്ലാത്തിനും കാരണം. വിങ്ങിപ്പൊട്ടിക്കൊണ്ട് ഡാലിയ പറഞ്ഞു. ഒരിക്കലും നീ മാത്രമല്ല ഡാലിയ. നീ അല്ലെങ്കിൽ മറ്റൊരാൾ വന്നെങ്കിലും ഞാൻ അല്ലിയെ വിട്ടു പോയേനെ. ഞാനൊരു നല്ല മനുഷ്യനെയല്ല. ഈ ലോകത്ത് ഒരു പെണ്ണിനോട് ചെയ്യാവുന്ന എല്ലാ ക്രൂരതയും ഞാൻ അവളോട് ചെയ്തിട്ടുണ്ട്. എന്നിട്ടും ആ വീട്ടിൽ അവൾ പിടിച്ചു നിന്നു. പക്ഷേ കുഞ്ഞിനെ ഞാൻ തള്ളിപ്പറഞ്ഞതും എന്നെയും നിന്നെയും ഒരുമിച്ച് അവൾ കണ്ടതും ജീവനുള്ള കാലത്തോളം അവൾ മറക്കില്ല. അവൾ മറന്നാലും എനിക്ക് അവരുടെ രണ്ടാളുടെയും മുന്നിൽ പോയി നിൽക്കാനുള്ള ധൈര്യം തീരെയില്ല. പക്ഷേ എൻ്റെ മോനെ ദൂരെ നിന്ന് ഒന്ന് കാണണം, ഒരിക്കൽ മാത്രം. കുനിഞ്ഞിരുന്ന് പറയുമ്പോൾ അവൻ്റെ കണ്ണുകൾ രണ്ടും പൊട്ടിയൊഴുകുന്നുണ്ടായിരുന്നു. എന്താടി ഉണ്ടക്കണ്ണി നോക്കുന്നത്? നിന്റെ ഇച്ചയുടെ സൗന്ദര്യം ആസ്വദിക്കുവാണോ നിമക്കൊച്ചേ? രാവിലെ പള്ളിയിൽ പോകാൻ തയ്യാറാവുന്ന ആൽഫിയെ കണ്ണിമയ്ക്കാതെ നോക്കി. ബെഡിലിരിക്കുന്ന അല്ലിയെ ഒന്ന് പാളി നോക്കി ആൽഫി ചോദിച്ചു. ഓ പിന്നെ, ഭയങ്കര ഗ്ലാമറല്ലേ ഇങ്ങനെ നോക്കിയിരുന്ന് ആസ്വദിക്കാൻ. തലമുടിയൊക്കെ നരവീണ് തുടങ്ങി. അല്ലി അവനെ നോക്കി പുച്ഛിച്ചുകൊണ്ട് പറഞ്ഞു. ഡി എൻ്റെ തലമുടിയൊക്കെ നരയ്ക്കും. എൻ്റെ ചെറുക്കന് പൊടിമീശയൊക്കെ വന്നത് കൊച്ച് കണ്ടില്ലായിരുന്നു. അല്ലിയുടെ മുഖത്തിന് നേരെ മുഖം താഴ്ത്തി വല്ലാതെ ഒഴിഞ്ഞൊന്ന് നോക്കി ആൽഫി ചോദിച്ചു.
ഒന്ന് പോയേച്ചേ. അവൻ്റെ നോട്ടത്തിൽ ഒളിഞ്ഞു പോയൊരുത്തി അവനെ തട്ടിമാറ്റി എഴുന്നേൽക്കാൻ ശ്രമിച്ചു. അങ്ങനെ അങ്ങ് പോയാലോ? ഉച്ചയ്ക്ക് ഗ്ലാമറുണ്ടോ? മുടി നരച്ചു. ഇനി വയസ്സായോന്നൊക്കെ അറിയണ്ടേ? അവളെ കൈപ്പിടി ഒതുക്കി ആ കീഴ്ച്ചുണ്ടൊന്ന് ഞെരിച്ചു വിട്ടുകൊണ്ട് ആൽഫി പറഞ്ഞു. എനിക്കൊന്നും അറിയണ്ട, വിട്ടേച്ചേ. എനിക്കൊന്നും അറിയാത്തത് പോലെ. അല്ലി പറഞ്ഞു തീരും മുമ്പ് ആൽഫി അവളുടെ ചുണ്ടുകളെ നുണഞ്ഞെടുത്തിരുന്നു. അപ്പായി. മുന്നിയും മുണ്ണിയും കൂടി ഓടി മുറിക്കുള്ളിലേക്ക് കയറിയതും ആൽഫി അല്ലിയിൽ നിന്ന് പിടഞ്ഞു മാറി. അല്ലിയാവട്ടെ എങ്ങോട്ട് ഓടണമെന്നറിയാതെ പെട്ടെന്ന് പുറംതിരിഞ്ഞ് നിന്ന് കളഞ്ഞു. നോക്കടാ മുന്നേ, ഇന്നും അപ്പായും ചേട്ടായും ഒരുപോലെയാണ് ഡ്രസ്സ്. ആൽഫി ഇട്ടിരിക്കുന്ന കരിനീല ഷർട്ട് കണ്ട് ഉണ്ണി മുഖം വീർപ്പിച്ചുകൊണ്ട് പറഞ്ഞു. അത് ശരിയാ, അപ്പായും ചേട്ടായും എപ്പോഴും ഒരുപോലെ വരും. നമുക്കും പോയി ഇതുപോലെയുള്ള ഷർട്ട് ഇട്ടാലോ? ഉണ്ണി അവൻ ഇട്ടിരിക്കുന്ന മെറൂൺ നിറത്തിലെ ടീഷർട്ട് പിടിച്ചുകൊണ്ട് മുന്നേ നോക്കി. ഇനിയിപ്പോ ഇത് മതിയടാ. ഇനി പുറത്തു പോകുമ്പോൾ നമുക്ക് ചേട്ടായി ഏത് ഡ്രസ്സാണെന്ന് ചോദിച്ച് നമുക്ക് അതുപോലെയുള്ള നിറമിടാം. മതിയട രണ്ടും കൂടെ പിറുപിറുത്ത്. വാ പോകാം. രണ്ടാളുടെ സംസാരം ശ്രദ്ധിച്ചു നിന്ന ആൽഫി അലിയെ നോക്കി ഒന്ന് കണ്ണു ഞെമ്മിക്കൊണ്ട് പോകാൻ തുടങ്ങുമ്പോൾ മക്കളെ വിളിച്ചു. അമ്മയോട് യാത്ര പറഞ്ഞ് രണ്ടാൾ ആൽഫിക്കൊപ്പം താഴേക്ക് ഇറങ്ങി. അവർ അപ്പനും 3 മക്കളും സെലിനൊപ്പം കാറിൽ കയറി പള്ളിയിലേക്ക് പോകുമ്പോൾ സിറ്റൗട്ടിൽ നിന്ന അല്ലി അവർക്ക് നേരെ ചെറുചിരിയോടെ കൈവീശി. നീ ഇത്ര രാവിലെ എവിടെ പോകുന്നു വിനു? രാവിലെ എവിടെയോ പോകാൻ റെഡിയായി ഇറങ്ങുന്നവനോട് ബെഡിൽ കിടക്കുമായിരുന്ന ഡാലിയ തിരക്കി. ഞാനൊന്ന് പുറത്തു പോയിട്ട് വരാം. നിനക്ക് രാവിലെ കഴിക്കാനുള്ളതൊക്കെ ഞാൻ ഇവിടെ കൊണ്ട് വെച്ചേക്കാം കേട്ടോ. ഷർട്ടിൻ്റെ കൈമടക്കി വയ്ക്കുന്നതിനിടെ വിനോദ് പറഞ്ഞു. പണ്ട് എത്ര നന്നായി ഒരുങ്ങി നടന്നിരുന്നവനായിരുന്നു. ഇപ്പോൾ ചുളിഞ്ഞൊരു ഷർട്ടും ഇട്ടാണ് പോകാൻ ഇറങ്ങുന്നത്. ഇപ്പോൾ ജോലിക്ക് പോകുന്നതും ഇതുപോലെയൊക്കെ തന്നെയാണ്. ആകെ നിരാശ ബാധിച്ചതുപോലെ. എല്ലാത്തിനും കാരണം ഞാനാണല്ലോ. നീ എന്താ മിണ്ടാതെ ഇരിക്കുന്നത്? ഇന്ന് രാധചേച്ചി വരാൻ താമസിക്കും. അതുകൊണ്ടാണ് കഴിക്കാൻ ഞാൻ ഇവിടെ വയ്ക്കാമെന്ന് പറഞ്ഞത്. മറുപടി പറയാതെ ചിന്തിച്ചിരിക്കുന്നവളോട് വിനോദ് വീണ്ടും പറഞ്ഞു. നീ പറഞ്ഞത് കേട്ടിരുന്നു വിനു. ഞാൻ വേറെ എന്തോ ചിന്തിച്ചു ഇരുന്നു പോയതാണ്. തന്നെ നോക്കി നിൽക്കുന്നവനോട് ഡാലിയ മെല്ലെ പറഞ്ഞു. ഒരുപാടൊന്നും ആലോചിച്ചു കൂട്ടണ്ട. ഞാനും നീയും ഒരുപോലെ തെറ്റ് ചെയ്തു. അതിൻ്റെ ശിക്ഷയും ഒരുപോലെ അനുഭവിക്കുന്നു. അത്രയേ ഉള്ളൂ. ഞാൻ പോയിട്ട് വരാം. തന്നെ നോക്കി കണ്ണു നിറച്ചിരിക്കുന്നവളോട് പറഞ്ഞിട്ട് മുറിക്ക് പുറത്തേക്ക് ഇറങ്ങി വിനോദ്. നീ എവിടെ പോകുന്നു വിനു? ചോദിച്ചുകൊണ്ട് പത്രം വായിച്ചുകൊണ്ടിരുന്ന പ്രഭാകരൻ മുഖമുയർത്തി അവനെ നോക്കി. ഞാനൊന്ന് പുറത്തു പോവണച്ച, ഉടനെ വരും. ചെരുപ്പിട്ടുകൊണ്ട് അവൻ പറഞ്ഞു. നീ കുഞ്ഞിനെ കാണാൻ പള്ളിയിലേക്ക് പോവാനാണോ വിനു? ആകുലതയോടെ അയാൾ ചോദിച്ചു. അവൻ അതിനൊന്നും മൂളി. കുഞ്ഞിനൊന്നും അറിയില്ല. അവൻ്റെ അച്ഛൻ ആൽഫിയാണ്. നീ അവിടെ ചെന്ന് വെറുതെ പ്രശ്നമൊന്നും ഉണ്ടാക്കരുത്. അവനെന്തെങ്കിലും മനസ്സിലായാൽ ആ കുഞ്ഞു മനസ്സ് അത് വേദനിക്കുകയുള്ളൂ വിനു. അയാൾ അവനെ പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ട് പറഞ്ഞു. അച്ഛന് തോന്നുന്നുണ്ടോ ഞാൻ എൻ്റെ മോൻ്റെ മുന്നിൽ ചെന്ന് നിൽക്കുമെന്ന്? ഞാൻ നിന്റെ അച്ഛനാണെന്ന് പറയുമെന്ന്? എനിക്ക് അതിനുള്ള ഒരു യോഗ്യതയുമില്ലെന്ന് മറ്റാരെക്കാളും എനിക്ക് തന്നെ അറിയാം. പിന്നെ ഇന്ന് പോകുന്നത് അവൻ്റെ ആ മുഖം ദൂരെ നിന്നെങ്കിലും ഒന്ന് കാണാൻ, എന്നേക്കുമായി ആ മുഖം എൻ്റെ നെഞ്ചിൽ പതിപ്പിച്ചു വയ്ക്കാനും വേണ്ടിയാണ്. നെഞ്ചു നീറുന്ന വേദന അടക്കി ചുണ്ടിൽ ഒരു ചിരി ഒട്ടിച്ച് പറഞ്ഞുകൊണ്ടവൻ ബൈക്ക് സ്റ്റാർട്ട് ചെയ്ത് ഓടിച്ചുപോയി. ആ പോക്കി നോക്കിയിരിക്കെ എന്തിനെന്നറിയാതെ അയാളുടെ കണ്ണുകൾ നിറഞ്ഞു. നെഞ്ചു പിടഞ്ഞു. അവന്മാർ എവിടെ കുഞ്ഞാപ്പൂ? തനിക്കടുത്തേക്ക് വന്നവനെ ചേർത്ത് പിടിച്ച് ബെഞ്ചിലിരുത്തിക്കൊണ്ട് ആൽഫി തിരക്കി. അവർ അമൻ പാപ്പൻ്റെ കൂടെ വരുന്നുണ്ട്. ചെറുചിരിയോടെ കുഞ്ഞാപ്പു പറഞ്ഞു. എന്നാൽ പിന്നെ നമുക്കങ്ങ് പുറത്തേക്ക് ഇറങ്ങി നിൽക്കാം. അവനെ വിളിച്ച് സെലിൻ എവിടെയെന്ന് നോക്കി പള്ളിക്ക് പുറത്തേക്ക് ഇറങ്ങി ആൽഫി. അപ്പായി, സെലിൻ മമ്മി ദേ അവിടെ ആരോട് സംസാരിച്ച് നിൽക്കുവാണ്. കുറച്ചു ദൂരെ ആരോട് വർത്താനം പറഞ്ഞു നിന്ന സെലിനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ആൽഫിക്കൊപ്പം പടികൾ ഓടിയിറങ്ങി വരുന്ന ആ പൊടിമീശക്കാരനെ കണ്ണെടുക്കാതെ കാറിൻ്റെ മറവിൽ നിന്ന് നോക്കി വിനു. എൻ്റെ മോൻ, എൻ്റെ ചോര, ഞാൻ തന്നെ നഷ്ടപ്പെടുത്തി കളഞ്ഞ എൻ്റെ പൊന്നുമോൻ എന്നും മിടുക്കനായി നിൽക്കുന്നു. തൻ്റെ മുന്നിൽ കിടക്കുന്ന കാറിനടുത്ത് നിന്ന് സംസാരിക്കുന്ന സ്ത്രീക്ക് അരികിലേക്ക് നടന്നു വരുന്നവനെ 100,000 കഷ്ണങ്ങളാൽ ഹൃദയം കീറിമുറിച്ച വേദനയോടെ വിനോദ് നോക്കി നിന്നു. അല്ലയുടെ അതേ ചായയാണ്, ആ നിറവും അവളുടെ തന്നെ. പക്ഷേ ഉയരവും വണ്ണവും ഒക്കെ തന്നെ പോലെയാണ്. വിനോദ് നെഞ്ചിനുള്ളിൽ നിറഞ്ഞു തുളുമ്പുന്ന വാത്സല്യത്തോടെ ആ മുഖത്തേക്ക് ഉറ്റുനോക്കി. സെലിൻ മമ്മി, അപ്പായി വിളിക്കുന്നുണ്ട്. പോകണ്ടേ നമുക്ക്? സെലിൻ്റെ കയ്യിൽ ഒതുക്കി പിടിച്ചിരുന്ന ബൈബിൾ സ്വന്തം കയ്യിലേക്ക് വാങ്ങി വെച്ചിട്ട് കുഞ്ഞാപ്പ ചോദിച്ചു. പോകാമെടാ ചെക്ക, ഇതെൻ്റെ ബാല്യകാല സുഹൃത്താണ്. കണ്ടപ്പോൾ ഒരു 5 മിനിറ്റ് കാര്യം പറഞ്ഞു നിന്നതാണ്. കുഞ്ഞാപ്പുവിൻ്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് സെലിൻ പറഞ്ഞു. ഇതാരാ സെലിനെ? കൂട്ടുകാരി കുഞ്ഞാപ്പുവിനെ നോക്കി ഒന്ന് ചിരിച്ചുകൊണ്ട് ചോദിച്ചു. ഇത് ആൽഫിയുടെ മൂത്ത മോനാണ് കുഞ്ഞാപ്പു. സെലിൻ അവനെ ചേർത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞു. മമ്മി, അവൻ അവരെ നോക്കി കണ്ണുരുട്ടിക്കൊണ്ട് വിളിച്ചു.
സോറി സോറി, മമ്മി മറന്നുപോയടാ. എടി, എൻ്റെ കുഞ്ഞിൻ്റെ പേര് കുഞ്ഞാപ്പ എന്നല്ല കേട്ടോ. ആദം ആൽഫ്രഡ് അലക്സ് എന്നാണ്. അവന് കുഞ്ഞാപ്പു എന്ന് പുറത്താരോടും പറയുന്നത് ഇഷ്ടമല്ല. സെലിൻ ഒരു ചിരിയോടെ കൂട്ടുകാരിയോട് പറയുന്നത് കേട്ട് വിടർന്ന ചിരിയോടെ നിൽക്കുന്നവൻ്റെ മുഖം ഒന്നാകെ ഉള്ളിലേക്ക് ആവാഹിച്ചുകൊണ്ട് നിറഞ്ഞ കണ്ണുകൾ തുടച്ച് വിനോദ് തിരിഞ്ഞു നടന്നു.